I am Dr. Shankar Nair here. Can I speak to Miss Maladi? Yes. ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. മാലതി അല്ലേ? ഞാൻ ഡോക്ടറല്ല, അപ്പുവാണ്. അപ്പു, ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാ മതി. അടുത്ത് വേറെ വല്ലതും നിപ്പുണ്ടെങ്കിൽ അവർക്ക് പോലും സംശയം തോന്നരുത്. വേണമെങ്കിൽ ഇടയ്ക്കൊന്നും മൂളിയാ മതി. കൃത്യം 10:30 ഹോസ്റ്റലിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്കുള്ള റോഡിൽ ഞാൻ ഒരു ടാക്സി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. നേരെ വരിക, ഒന്നും മിണ്ടുവോ നോക്കുകയോ പോലും ചെയ്യാതെ പിൻസീറ്റ് കയറിയിരിക്കുക. ഓക്കെ? വന്നില്ലെങ്കിൽ സംഗതി അപകടമാണ്. கொஞ்சம் பேச வேண்டி இருக்கு, அந்த ஓரத்துல போய் உட்காரு. നാടും വീടും വിട്ട് അന്യനാട്ടിൽ വന്ന് ജോലി ചെയ്ത് മാന്യമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു പെൺകുട്ടിയുടെ സമ്പാദ്യം അവളുടെ സൽപ്പേരാണ്. അതിന് മങ്ങലേൽക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. മാലതിയുടെ ഒരു മൂത്ത സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാര്യങ്ങൾ വിസ്തരിച്ചു പറയാൻ ഇനി സമയമില്ല. ഇനി ഒരു നിമിഷം പോലും മാലതിയെ പിരിഞ്ഞിരിക്കാൻ മാസ്റ്റർക്ക് സാധ്യമല്ല. അദ്ദേഹം വിദ്യാഭ്യാസമുള്ളവനാണ്, വിവേകശാലിയാണ്, സംസ്കാര സമ്പന്നനാണ്, ജനമറിയുന്ന കവിയാണ്, ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. പുകവലിക്കില്ല, മുറുക്കില്ല, പൊടിവലിക്കില്ല, മദ്യത്തിന്റെ മണം എന്തെന്ന് പോലും ആ മനുഷ്യൻ അറിയില്ല. ഇക്കാലത്ത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. വന്നു കയറുന്ന ഭാഗ്യം വേണ്ടെന്ന് വെക്കാൻ ഒരു നിമിഷം മതി കുട്ടി. വേണമെന്ന് തോന്നുമ്പോ കിട്ടിയെന്നും വരില്ല. അതുകൊണ്ട് ഈ ചേട്ടൻ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. 4 പേരറിയുള്ള ഒരു വിവാഹം ആഘോഷപൂർവ്വം നാട്ടിൽ പോയി നടത്തിക്കൊള്ളൂ. ഇന്ന് നടക്കാൻ പോകുന്ന രജിസ്റ്റർ മാരേജ് മാസ്റ്റർക്ക് ഉറപ്പിന് വേണ്ടി മാത്രമാണ്. രജിസ്റ്റർ മാരേജോ? ഈ ചോദ്യത്തിലുള്ള മറുപടിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. വേണ്ട, ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചിരിക്കുന്നു. പക്ഷെ ഒരേ ഒരു ചോദ്യം മാത്രം. അദ്ദേഹത്തെ കൈവിടാൻ മാലതിക്ക് കഴിയുമോ?